നിങ്ങളുടെ തോട്ടത്തിലേക്ക് ആകർഷകമായ എന്നാൽ അധികം പരിചരണം ആവശ്യമില്ലാത്ത ഒരു ചെടിയെ ആവശ്യമുണ്ടോ? യു പ്ലാന്റ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബ്ലാക്ക്ബെറി ലില്ലി എന്ന ചെടിയെയാണ്. ഐറിസ് ഡൊമസ്റ്റിക്ക എന്നും ലിയോപാർഡ് ഫ്ലവർ എന്നും ഈ ചെടി അറിയപ്പെട്ടു വരുന്നുണ്ട്. ഐറിഡെസിയ എന്ന ശാസ്ത്രനാമത്തിലാണ് ഈ ചെടി അറിയപ്പെടുന്നത്. ബ്ലാക്ക്ബെറി ലില്ലിയുടെ കൃഷിയും അതിന്റെ പരിപാലനവും എങ്ങനെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. നേരിട്ട് സൂര്യപ്രകാശം വേണ്ട ഒരു ചെടി തന്നെയാണിത്. ഭാഗികമായി തണലുള്ള സ്ഥലങ്ങളിൽ ഈ ചെടി നടുന്നതിനും പ്രശ്നമില്ല. നന്നായി ഡ്രെയിനേജ് ഉള്ള ചെളിയില്ലാത്ത കിഴങ്ങ് വളരുന്ന മണ്ണ് ഇതിന് അനുയോജ്യമാണ്. മണ്ണിന്റെ pH മൂല്യം 5 മുതൽ 7.5 വരെ ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എത്രമാത്രം വെള്ളം ആവശ്യമാണെന്ന് നമുക്ക് നോക്കാം. മിതമായ രീതിയിലുള്ള വെള്ളം മതിയാകും. മണ്ണ് പൂർണ്ണമായും വരളുന്ന സമയത്ത് മാത്രം വെള്ളമൊഴിക്കുന്നത് നന്നായിരിക്കും. ആവശ്യത്തിൽ കൂടുതൽ വെള്ളമൊഴിക്കുകയാണെങ്കിൽ അതിൻ്റെ റൂട്ട് നശിച്ചു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ബ്ലാക്ക്ബെറി ലില്ലിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ താപനിലയും ഈർപ്പവും എത്രയാണെന്ന് നമുക്ക് നോക്കാം. 18 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഈ സസ്യത്തിന് വളരെ അനുയോജ്യമാണ്. ആവശ്യമാണെങ്കിൽ മാത്രം തണുപ്പ് കാലത്ത് ഈ ചെടിയെ അകത്തേക്ക് മാറ്റി നടുന്നതിന് പ്രശ്നമില്ല. ഇതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വളങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളർച്ചയ്ക്കായി സന്തുലിതമായ വളം അഥവാ 10-10-10 NPK വളങ്ങൾ മാസത്തിൽ ഒരിക്കൽ നൽകുന്നത് നന്നായിരിക്കും. വളങ്ങൾ ഇളയ വേനലിലും പൂക്കലിൻ്റെ അന്ത്യഘട്ടത്തിലും കുറയ്ക്കുന്നത് നന്നായിരിക്കും. ബ്ലാക്ക്ബെറിയുടെ പ്രൊപ്പഗേഷൻ പറയുകയാണെങ്കിൽ ഒന്നാമതായി വിത്തുകൾ ഉപയോഗിച്ച് പ്രൊപ്പഗേഷൻ നടത്താം. അതുകൂടാതെ അടിഭാഗത്തുള്ള റൈസോമുകൾ അഥവാ കിഴങ്ങുകൾ ഉപയോഗിച്ച് ഇതിൻ്റെ പ്രജനനം നടത്താവുന്നതാണ്. ബ്ലാക്ക്ബെറി ലില്ലിയെ ബാധിക്കുന്ന രോഗങ്ങളും കീടങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നനവുള്ള സാഹചര്യങ്ങളിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ചെടിയാണിത്. ഇലകളിൽ കറുത്ത പുള്ളികൾ കാണുകയാണെങ്കിൽ ഫംഗസ് ഇൻഫെക്ഷൻ ആണെന്ന് ഉറപ്പിക്കേണ്ടതാണ്. ഓർഗാനിക് കീടനാശിനികൾ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഈ ചെടിയുടെ പ്രധാന ആകർഷണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓറഞ്ച് നിറത്തിലുള്ള പുള്ളികളുള്ള പൂക്കളാണ് ഏറ്റവും വലിയ ആകർഷണീയത. വേനൽക്കാലത്ത് പൂക്കളുള്ള മനോഹരമായ ഒരു തോട്ടസസ്യമാണിത്. പഴങ്ങൾ കരിഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക്ബെറികൾ പോലെ കുരുമുളക് പോലെയുള്ള കറുത്ത വിത്തുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ചെടിയെ ബ്ലാക്ക്ബെറി ലില്ലി എന്നറിയപ്പെടാൻ കാരണം. ബ്ലാക്ക്ബെറി ലില്ലിയെക്കുറിച്ചുള്ള വിവരണം ഇവിടെ പൂർണ്ണമാവുന്നു. ഈ വിവരണം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.